വിശാൽ, ഗായത്രി, ഒരു ഫാന്റാസ്റ്റിക് വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഇത്. നാഗരോത്സവം അത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ പെർഫോമൻസ് ജഡ്ജസിനെ പ്രീതിപ്പെടുത്തിയോ? ഓക്കെ മാസ്റ്റർ. അബ്ബാ, എന്ത് ഒരു ഡാൻസോ! അയ്യോ, ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല സ്ട്രൈറ്റ് ആയിട്ട്. വളരെ നല്ലായിരുന്നു. ഈ ഡാൻസ് ഹൈലൈറ്റ് എന്താ പറഞ്ഞാൽ നമ്മുടെ നേറ്റിവിറ്റിയാണ്. നമ്മുടെ നേറ്റിവിറ്റി കൾച്ചറിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇത്ര ഈ പൊസിഷനിൽ വന്ന്. ഇത് ആരാണ് കോറിയോഗ്രാഫർ? വിശാൽ. സൂപ്പർ സാറേ, വളരെ നല്ല. അവരവർ ക്യാരറ്റായിട്ട് ഇവിടെ കാണിച്ച് നിങ്ങൾ അഭിനയം ഓരോരുത്തർ അവരുടെ ക്യാരറ്റായിട്ട് ചെയ്ത്. ചേച്ചി പേര് ഗായത്രി. സത്യമായിട്ട് ഗായത്രിയാണ് നീ. വളരെ നല്ല ചെയ്തു. ഇത് ഹൈലൈറ്റ് നമ്മുടെ നേറ്റിവിറ്റി കൾച്ചർ മിക്സ് ചെയ്തില്ലേ. എപ്പോഴും നമ്മൾ നേറ്റിവിറ്റി മിക്സ് ചെയ്യുന്നതില്ലേ അത് തനിച്ചിട്ടാണ് കാണുന്നത്. സൂപ്പർ, വെരി ഗുഡ്. ശാന്തി മാസ്റ്റർ. എൻ്റെ ഗുരു ഇത്രയും പറഞ്ഞു, എനിക്ക് അതിൽ കുറഞ്ഞിട്ട് ഒന്നും പറയാനില്ല. എന്താണെന്നറിയോ, വളരെ ഒരു നല്ല പ്രസൻറ്റേഷൻ, പിന്നെ ഒരു പുതിയ ഫോമും കൂടി ഞങ്ങൾക്ക്. എനിക്കറിയാം ഈ കോമരം, ഈ വെളിച്ചപ്പാട്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നാഗർ ഉത്സവം തനിയെ ഒരു പേര് വെച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗത്തിന് വരുന്ന ഒരു ഇതാണോ, അല്ലെങ്കിൽ എല്ലാ കേരളത്തിന് വയനാട് അവിടെ കാടല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ, കാടിനകത്തായിരിക്കും. ആ ട്രൈബൽസ്, ആ കോളനിയിലുള്ളവർ, ആദിവാസികൾ. കറക്റ്റ്. ഇത് ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി, നല്ല ഒരു പ്രസന്റേഷൻ ആണ്. ഒരു ഫോക്ക് നമ്മൾ പറയുമ്പോൾ അതിനായിട്ട് ഒരു റെഫറൻസ് എടുത്തിട്ട്, പിന്നെ നമുക്കത് നമ്മുടെ മുന്നിൽ വേറെ നമ്മൾ കണ്ടിരാത്ത ഒരു ഫോം, കാടിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഫോം. എനിക്കും അരവിന്ദർ, പിന്നെ അഭിനയശ്രീ, ഞങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരല്ലേ, ഞങ്ങൾക്കിത് ഒരു പുതുമ തന്നെയാണ്. സോ നല്ല ഒരു അറ്റംപ്റ്റ് ആണിത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്. എനിക്കും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അത് അത്രയും എളുപ്പമല്ലാന്ന് എനിക്കറിയാം. ഗായത്രി ചെയ്ത ആ പോർഷൻ കഴുത്ത് അങ്ങനെ ഉളുക്കി പോയിട്ടാണ് മോൾ, അതായത് ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ മാറി. അതറിയാതെ അങ്ങനെ സംഭവിക്കും തോന്നുന്നു അല്ലേ? ഓരോരുത്തരും அவங்க ക്യാരക്ടർ പെർഫെക്റ്റാ பண்ணாங்க. സൂപ്പർ. എസ്പെഷ്യലി ഗായത്രി, ഇത് ഒരു ക്യാരക്ടർ അവർ അയ്യോ അത് ഹൈലൈറ്റ് ആണ്. മോന്റെ ഇത് എന്താണ് അത്? ഇപ്പൊ നമ്മള് തെയ്യെന്ന് പറയും, തെയ്യം തന്നെയാണോ? തെയ്യം. സൂപ്പർ. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നു. ഹായ്, വിശാൽ ആൻഡ് ഗായത്രി. ഞാൻ ഇതുപോലെ ഫെസ്റ്റിവൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് വാസ് സോ ലൈവ്ലി, വെരി നൈസ് പ്രസൻറ്റേഷൻ ആണ്. പിന്നെ ഗായത്രി കഴുത്ത് തീർച്ചയായിട്ടും പോയി ഈ സമയത്തിന്. ഐഡെക്സ്, പൂവ് എല്ലാം ബ്രാൻഡ് വാങ്ങിച്ചോ. പിന്നെ വിശാൽ നന്നായിട്ട് ചെയ്തു. ബോയ്സ് വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ, ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. റോമിയോ ജൂലിയറ്റ്. விஷால் அண்ட் காயத்ரி எல்லாம் சூப்பர். விஷால் ஒரே ஒரு இடத்துல மறந்து போய் அண்ட் வி ஹேவ் அ ஸ்மால் டவுட். இதுல இந்த வாய்ஸ் பாடுறாங்கல்ல, പാടാറില്ല. ബാക്കിൽ വേറെ ആൾക്കാരെ പാടണം, നമുക്ക് സീഡിയാക്കി നമ്മ ഇപ്പൊ കൊണ്ടുവന്നേക്കണം. ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. അതർ ദാൻ വിശാൽ ഒരേ ഒരു இடத்துல മറന്നു പോയി. മത്തപടി ഇറ്റ് വാസ് റിയലി ഗുഡ് പെർഫോമൻസ്. അത് ശരിയല്ലേ? Other than it was very good performance. All the best. And Gayatri improving. Good. All the best. Thank you Romeo Juliet. നല്ല കമന്റ്സ് ആണ്, അപ്പൊ നല്ല മാർക്സും കിട്ടും. നിങ്ങൾ ശരിക്കും പ്രീതിപ്പെടുത്തിയവരെ. വാവ്. ഓക്കെ മാസ്റ്റർ, എത്രയാണ് ഇവർക്കുള്ള മാർക്സ്? ശാന്തി മാസ്റ്റർ. I'll give you 9.5 on 10. 9.5 out of 10. Laila Majnu. 9.5 on 10. 9.5 out of 10. Romeo Juliet. 9.5. 9.5 out of 10. Vishal. Gayatri. 38.5 out of 40. നല്ല മാർക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ടും ഇതുപോലെ നല്ല പ്രസന്റേഷനും
നല്ല ഐഡിയാസും നല്ല ഡാൻസുമായി അടുത്ത റൗണ്ട് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ടീം, താങ്ക് യു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും ഓൾമോസ്റ്റ് ടു എ കംപ്ലീറ്റ് ആവാറായി. ആസ് യൂഷ്വൽ നമ്മുടെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ ആരാണെന്ന് അറിയണ്ടേ? ബട്ട് ഇന്നത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും, ഐ എം സോ ഹാപ്പി, എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെക്കാട്ടിലും കൂടുതലാണ് ഈ റൗണ്ടിൽ അവർ പെർഫോം ചെയ്തത്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദം ആൻഡ് ഗുഡ് ലക്ക്. ബട്ട് ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ ശാന്തി മാസ്റ്റർ. No doubt. It is Vishal and Gayatri. Vishal and Gayatri. Okay, Vishal and Gayatri, congratulations. നിങ്ങൾക്ക് ഇന്നത്തെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ ആണ്. എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ പ്രാവശ്യമാണല്ലേ? വാവ്, 4 പ്രാവശ്യം they have been the best pair of the day. That's really awesome. Audience, please. അപ്പൊ അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡ്സും ഇനി വരുന്ന റൗണ്ട്സിലും ഈ ഒരു ഇതുപോലെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ ആവാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി വരുന്ന ലെവലില്, യെസ്, ഇനി വരുന്ന ലെവൽ, സോറി, ഓൾമോസ്റ്റ് എൻഡ് ആയി നമ്മുടെ ഈ സെക്കൻഡ് റൗണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ ഒരു ലെവൽ റാപ്പപ്പ് ആയി. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം, പുതിയ രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ, വിത്ത് ന്യൂ ഫ്രഷ് rounds of dances. Till then, this is me, Sija, signing off from Let's Dance Season 2. 1:30 மணிக்கு நட்ராஜன்ட்டு ஒரு ஆள் சப்ளையர்னு சொல்லுவாங்க, இந்த ஆர்டிஸ்ட் எல்லாம் கூடி போடுவாங்கள்ல, சுந்தரம் யாரு அப்படின்னு, நான் நட்ராஜ் வந்திருக்கேன் வா அப்படின்னாரு. என்னன்னு, நாளைக்கு காத்தால ஜெமினி ஸ்டுடியோவில் கோபிகிருஷ்ணா வராரு, செலெக்ஷன் இருக்கு வான்னாரு. அன்றைக்கி ஒரு 150 பேர் வந்திருக்காங்க, 12 மெம்பர்ஸ் டான்சர்ஸ் வேண்டியது, படத்துக்கு வேண்டியது 12 மெம்பர்ஸு. அப்புறம் சரி ஆனால் அப்படி போயிடுது, இல்லைன்னா இப்படி வந்துடலான்னு சொல்லிட்டு ஐ ஆம் தி செகண்ட் மேன் செலெக்ஷனில் 12 பேரில். அவங்களுக்கு கான்ஃபிடென்ஸ் இருக்கணும் எதிலுமே, நமக்கு வரும். இப்போ அவங்களே ஆகட்டும், யாரே ஆகட்டும், அவங்கவுங்களுக்கு அவங்க தொழிலில் கான்ஃபிடென்ஸ் இருந்தால் எது அவங்க கான்ஃபிடென்ஸ் இருக்குது அதில் இது பண்ணு. இல்லை நம்ம ஆஃபீஸர் ஆகணும், ஐஏஎஸ் ஆஃபீஸர் ஆகணும், படிக்கணும் அப்படின்னு இருக்கணும். இப்போ டான்ஸில் நம்மளை அவங்களுக்கு தெரியும், நமக்கு தெரியாது இல்லை, அது அவங்கவுங்க செலக்ட் பண்ணிக்கணும். ഈ 2 പേരിലെ എന്തെങ്കിലും ഒരു പേർ സേഫ് സോണിൽ പോകുന്നു ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെ അവരും പറഞ്ഞു. ഈ ലെവൽ കടന്നാലും അടുത്ത ഒരു ലെവലുണ്ട്, അവിടെയും എലിമിനേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവർക്കും എന്തായാലും ഫൈനൽ വരെ പോകാൻ പറ്റൂല, ഒരാൾ മാത്രമേ വിൻ ചെയ്യുള്ളൂ. സോ വിൽ ബി ഫിൽട്ടറിംഗ് പീപ്പിൾ.